ശ്രീ ശിവദാസൻ എം പി വിദ്യാർത്ഥികൾ ഇപ്പോഴും വേട്ട എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഐഷി ഘോഷിനെ തേടി ഇന്നലെ AKG ഭവനിലാണ് പോലീസ് വന്നത്. നാളെയും വരുമായിരിക്കും. നാളെ കോടതി ഉത്തരവ് എന്താകുമോ അതനുസരിച്ച്. ഇവിടെ ഇപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച ഇനി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തു. അതുകൊണ്ട് മറ്റ് ചോദ്യങ്ങൾ വാലിഡ് ആവുന്നില്ല എന്നുണ്ടോ? യാതൊരു തരത്തിലും തോക്കുപയോഗിച്ചിട്ടില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം നിലനിൽക്കുന്നതാണോ? താങ്കൾ അവിടെ ഈ സമരവേദിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഒന്ന്, ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തെ നേരിടുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലുള്ള ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ള എല്ലാ മാരക ആയുധങ്ങളും ഇവർ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞല്ലോ ഓരോ വിദ്യാർത്ഥിക്കും ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥിയും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ക്രൂരമർദ്ദനത്തെക്കുറിച്ച്. ആണിതറച്ചിട്ടുള്ള ലാത്തി, ആ അടിയേറ്റിട്ട് 46 വിദ്യാർത്ഥികൾ RML മാത്രം അന്ന് എത്തിയിട്ടുണ്ട്. 46 വിദ്യാർത്ഥികൾ. എയിംസിലേക്ക് വിദ്യാർത്ഥികൾ പോയി, സഫ്ദർജംഗ് ഹോസ്പിറ്റലെത്തി, ഡൽഹിയിലെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും വിദ്യാർത്ഥികൾ എത്തുകയുണ്ടായി. എന്നുവെച്ചാൽ ആണി തറച്ച ലാത്തി കൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റുവാങ്ങിയ അടിയായിരുന്നു അതിൽ കാരണം. ഞങ്ങൾ വാഹനം പോലീസിനോട് കയർത്ത് സംസാരിച്ച് പോലീസ് വാഹനത്തിൻ്റെ ഡോറ് തുറന്ന് 25ഓളം വരുന്ന വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തുകയുണ്ടായി, അതിൽ നിറക്കുകയുണ്ടായി. ആ വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള അടിയെക്കുറിച്ച് അവർ പറഞ്ഞു. അതിൽ പല വിദ്യാർത്ഥികളുടെയും ശരീരത്തിൽ നിന്നാകെ ചോര വാർന്നൊഴുകുകയായിരുന്നു. ആ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ലാത്തി എന്ന് പറയുന്നത് ആണി അടിച്ചിട്ടുള്ള ലാത്തിയായിരുന്നു. അതിലൊരു സ്വാമിയും ഉണ്ടായിരുന്നു. ഒരു സമര യാദൃശികമായിട്ട് അവിടെ എത്തിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്വാമിയും അവസ്ഥയിലുണ്ടായിരുന്നു. ഒന്ന്, വിദ്യാർത്ഥികളെ വേട്ടയാടുന്നതിന് വേണ്ടി സകല ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് ആഭ്യന്തര വകുപ്പ് അനുമതി കൊടുക്കണം. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് അമിത്ഷായാണ്. അതുകൊണ്ടാണ് അമിത്ഷാ രാജിവെക്കണമെന്നും അമിത്ഷാ രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചത്. എത്രമാത്രം നീചമായിട്ടുള്ള കൃത്യമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത്. ഇനി മറ്റൊന്ന്, ഈ ബില്ല് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിയമമാക്കി കഴിഞ്ഞാൽ രാജ്യത്തിന് പരീക്ഷാ കോപ്പിയടിയുടെയും പരീക്ഷാ ക്രമക്കേടുകളുടെയും ഒരു വിഷയം ഉണ്ടാവില്ല എന്നാണല്ലോ ഇവർ പറയുന്നത്. എന്ത് അബദ്ധമാണ് ഇവർ പറയുന്നത്? ഇപ്പോഴുള്ള നിയമത്തിനകത്തെ പണിഷ്മെന്റ് വ്യവസ്ഥ ഒന്നുകൂടി കടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പരീക്ഷാ ചോർച്ചയുടെ വിഷയമാകി ഇല്ലാതാക്കൂ എന്ന് പറയുന്നത് എത്രമാത്രം മാനസിക നില തകരാറായിട്ടുള്ള ആൾക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ബില്ല് മുമ്പോട്ട് വെച്ചിട്ടുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിന് ഒരു കാര്യം കൂടി അവർ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ബില്ല് മുൻപോട്ട് വെക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്താണ്? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നുള്ളത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുണ്ടായിട്ടുണ്ട്, വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്, അതിൻ്റെ കണക്കൊക്കെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന്. നേരത്തെ ഇത്തരത്തിലുള്ള ഏജൻസി ഇവിടെ ഉണ്ടായിട്ടില്ല. നേരത്തെ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ എല്ലാ പരീക്ഷകളുടെയും നടത്തിപ്പ് ചുമതലയുള്ള ഒരു ഏജൻസിയെ ഒരു ഗവൺമെൻറ്റും നിശ്ചയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? സംസ്ഥാനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും വ്യത്യസ്തങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ചുമതലയിലാണ് എൻട്രൻസ് പരീക്ഷകളും മറ്റുമൊക്കെ നടന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് പരീക്ഷ നടക്കുമ്പോൾ ആ സർവകലാശാലക്ക് വിവിധ മേഖലയിലെ മെറിറ്റ് തീരുമാനിച്ചുകൊണ്ട് അവർക്ക് എൻട്രൻസ് പരീക്ഷ നടത്താൻ പറ്റും. ബാക്ക്വേർഡായിട്ടുള്ള ജില്ലകൾക്ക്, അതുപോലെ വിദ്യാർത്ഥിനികൾക്ക്, അതിനപ്പുറത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ആദിവാസി ദളിത് ജനവിഭാഗങ്ങൾക്കൊക്കെ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സ് അവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് കുറേ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെത്തിയത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഇഫ്ലൂയിൽ അങ്ങനെയുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു പരീക്ഷാ സംവിധാനം ഉണ്ടായി. രാജ്യത്ത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഉയർത്തിയിട്ടുള്ള പ്രക്ഷോഭമുണ്ടല്ലോ, ആ തമിഴ്നാട്ടിലെ പ്രക്ഷോഭം അവരെന്താ മുദ്രാവാക്യം വിളിച്ചത്? ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഞങ്ങൾക്ക് ആര് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് നീറ്റ് പരീക്ഷയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് തമിഴ്നാട്ടിലെ സർക്കാർ വിളിച്ച മുദ്രാവാക്യം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നേരത്തെ ഇത്തരത്തിലൊരു ഏകീകൃതമായിട്ടൊരു പരീക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് BJPയുടെ പ്രതിനിധി അത് തിരുത്തണം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ വൈജാത്യത്തെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തെ എല്ലാം അടയാളപ്പെടുത്തുന്ന ഫെഡറൽ സ്ട്രക്ചർ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചറിനെ പൂർണ്ണമായും തകർത്തിട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ആ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനും അതോടൊപ്പം അമിത്ഷാ രാജിവെച്ച് പരസ്യമായി മാപ്പ് പറയണം എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് BJPക്ക് മര്യാദയുണ്ടെങ്കിൽ BJP ഇപ്പോൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം.